മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഒരു കാരണവശാലും ഉയർത്താൻ അനുവദിക്കില്ലെന്ന് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. സി ജോസഫ് വിജയ് നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് കേരളം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് കേരളം മുൻഗണന നൽകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിനെ അനുവദിക്കില്ലെന്നും ശക്തമായ വിയോജിപ്പ് ഔദ്യോഗികമായി തമിഴ്നാട് സർക്കാരിനെ അറിയിക്കുമെന്നും ജലവിഭവ മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി വളരെ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശം നേരത്തെ ഉള്ളതാണ്. തമിഴ്നാട് ഇതുവരെ അത് ചെയ്തിട്ടില്ല. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇക്കാര്യത്തിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 130-ലധികം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാലപ്പഴക്കവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഒക്കെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ ഈ പ്രഖ്യാപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം കേരള സർക്കാരിന്റെ പരിഗണനയിലാണ്. തമിഴ്നാട് ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ച ബജറ്റിലാണ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനം നടത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ട് ചർച്ച നടത്തുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തുന്ന ഉന്നതതല വിദഗ്ധ സമിതിയിലേക്ക് ഒഡീഷ ജലവിഭവ വകുപ്പ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി അശുതോഷ് ദാഷിനെ കേരളം തങ്ങളുടെ പുതിയ പ്രതിനിധിയായി നിയമിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് കേരളം. നമസ്കാരം. 2026 പകുതിയിൽ ജെനസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.